ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പി ആയിട്ടാണ്. പള്ളിയിൽ നിന്നും കിട്ടുന്ന ഇറച്ചിക്കറിയുടെ രുചി അത് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫും നെയ്ച്ചോറും ഒക്കെ ഭയങ്കര രുചിയാണല്ലേ. എടുത്തു പറയേണ്ടത് ആ കറിയുടെ ടേസ്റ്റും ആ സ്മെല്ലും കിടിലനാണ് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കിലോ ബീഫാണ് കേട്ടോ. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഈ കറി വെക്കുന്നത് ഉരുളിയിലാണ്. ഉരുളിയിൽ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് 200 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇറച്ചിക്കറിക്ക് മസ്റ്റാണ് കേട്ടോ. പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ കറി വേറെ ലെവൽ തന്നെയാകും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫിന് 3.5 സവാള എന്ന കണക്കിന് 14 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാളയുടെ കൂടെ 250 ഗ്രാം കുഞ്ഞുള്ളിയും വേണം നമുക്ക്. സവാള നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എരിവിനായി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ പച്ചമുളകും പിന്നീട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നിച്ച് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. പിന്നീട് 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. എൻ്റെ കയ്യിൽ ആകെ 4 തക്കാളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ 3 തക്കാളിയും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 7 തക്കാളി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അരച്ചിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. തക്കാളി ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഞാനത് വിട്ടുപോയി. അതുകൊണ്ടാണ് തക്കാളി ഇട്ടതിന് ശേഷം ഉള്ളി ചെറുതായിട്ടൊന്ന് അരച്ച് ചേർത്തത് കേട്ടോ. ഇപ്പോൾ നമ്മൾ 200 ml വെളിച്ചെണ്ണയിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പ് ചേർത്ത് നല്ല പോലെ വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് 8 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അടിയിൽ പിടിക്കാതെ കരിയാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫും മസാലകളും നന്നായി യോജിക്കുന്ന തരത്തിൽ ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബീഫിന് ഒപ്പം തന്നെ വെള്ളം ചേർത്ത് വേണം വേവിക്കാനായിട്ട്.
ഇനി നമുക്ക് ബീഫ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. 1.5 മണിക്കൂർ ടൈമാണ് ബീഫ് വേവാനായിട്ട് എടുത്തത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഈ കറിയിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലയല്ല, ഫ്രഷായിട്ട് ചൂടാക്കി പൊടിച്ച മസാല വേണം ചേർക്കാനായിട്ട്. ഗരം മസാല പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടുതലായിട്ട് 2 ടീസ്പൂൺ കുരുമുളകും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് വേണം പൊടിക്കാനായിട്ട്. അതുതന്നെയാണ് ഈ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റും സ്പെഷ്യൽ സ്മെല്ലും തരുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3-4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ടൈമിൽ ഉപ്പും ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കനലിൽ തന്നെ ഒരു 1/2 മണിക്കൂർ കിടന്നാൽ മതി. ഇപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.